മോഡി ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ പ്രചരണത്തിന്റെ കുന്തമുന ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഒടുവിൽ എല്ലാ നേട്ടവും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുപോയി എന്ന അവസ്ഥയിലേക്ക് എത്തിയോ? മോദി സർക്കാരിനെ കുറിച്ച് പറയാൻ മറന്നുപോയ പ്രതിപക്ഷത്തിന് നൽകേണ്ടി വരുന്ന വിലയാണോ ഈ പൊതുജനാഭിപ്രായം? ഇല്ല, ഒരിക്കലുമല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനെയും നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഫിഗറിനനുസരിച്ച് നമുക്കത് അനലൈസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ളൊരു പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് സമൂഹത്തിലും അത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പിന്തുണ നോക്കൂ. ഇതെന്താ ഏറ്റവും പ്രധാനപ്പെട്ടത്? അതിന് ഞാൻ വായിച്ചെടുക്കുന്നത്, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഘപരിവാർ വിരുദ്ധത കേരളത്തിൽ എത്രമാത്രം ശക്തമാണെന്നാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്നത്തെ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ആരായിരുന്നു? ഒരു നേതാവ്, പ്രാദേശിക പാർട്ടികളുടെ നേതാവും അതല്ലെങ്കിൽ മറ്റ് നേതാക്കളും ഉൾപ്പെടെ ഒരാളും നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കാൻ തയ്യാറല്ലാതെ നിൽക്കുമ്പോൾ, അയോഗ്യനാക്കപ്പെടുമ്പോഴും തുറങ്കിലടക്കാൻ ശ്രമിക്കുമ്പോഴും ED ഉപയോഗിക്കുമ്പോഴും CBI ഉപയോഗിക്കുമ്പോഴും കഴിവുന്നതെല്ലാം ഉപയോഗിക്കുമ്പോൾ പോലും ഏറ്റവും ശക്തമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSന്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പറയുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അരുണൊന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഇന്നത്തെ ഇന്ത്യയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി. അതാണ് കേരളം. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഞങ്ങളുടെ വലിയ ഞാൻ അവകാശവാദങ്ങളേക്ക് ഒന്നും പോകുന്നില്ല, പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന് കൊടുക്കണം എന്ന് കേരളം ആഗ്രഹിക്കുന്നത്. പറഞ്ഞോളൂ പത്മകുമാർ. അല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞോളൂ. ഈ രാഹുൽ ഗാന്ധി ശരി, ആയിക്കോട്ടെ. പറഞ്ഞോളൂ, ഞാൻ വഴങ്ങി. അല്ല, പക്ഷേ എന്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നെ JR പത്മകുമാറിൽ നിന്ന് വരുന്നത്. ചോദിച്ചോളൂ JR പത്മകുമാർ ഒന്ന് ചോദിച്ചോട്ടെ. രാജു പി നായർ, രാഹുൽ ഗാന്ധി എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഞാൻ വഴങ്ങിയതാണ്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ അവസരം കിട്ടിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ട് നടക്കല്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ കഴിവുള്ള ചെറുപ്പക്കാരുടെ പാർട്ടി വിട്ടുപോയ എത്രയോ ആളുകളുണ്ട്. അവർക്ക് ഈ അവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനേക്കാൾ ശക്തമായ ഒരു മുന്നേറ്റം ഇന്ത്യയിൽ പ്രതിപക്ഷ നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ അതിന് അവരെ അവസരങ്ങൾ നിഷേധിക്കുകയും ഒരാളിനെ ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഞാൻ പറയാം. അതിന് ഞാൻ മറുപടി പറയാം. കാരണം ഞാൻ പറഞ്ഞാണല്ലോ, ഞാൻ മറുപടി പറയാം. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന്റെ നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വ പദവിയിലേക്ക് ഉയർത്തുന്നതും ആ പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധത പറയുകയും ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്തുനിന്ന് ഇല്ലാതെയാക്കണമെന്നും അപരമത വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആശയത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ പോലെ ഇത്രമാത്രം വർഗീയത പറയാൻ പറ്റിയ, ഇത്രമാത്രം ന്യൂനപക്ഷ വിരുദ്ധത പറയാൻ പറ്റിയ മറ്റൊരു മുഖമില്ല. അല്ലേ, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങിയതാണല്ലോ എന്റെ സമയത്ത്. അത്രമാത്രം വർഗീയത പറയാൻ പറ്റിയ മറ്റൊരു നേതാവ് ഇന്നില്ല. ആ ന്യൂനപക്ഷ വിരുദ്ധതയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലേബൽ. ഞങ്ങളുടെ ലേബൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ശബ്ദിക്കുന്ന ശബ്ദമാണ്. അത് രാഷ്ട്രീയം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈ രാജ്യത്ത് മതേതര സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷം പടർത്തുമ്പോൾ ഞാൻ സ്നേഹത്തിന്റെ സന്ദേശവാഹകനാകും എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്രക്സ് ഉണ്ടല്ലോ, ആ ക്രക്സ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന ഒരു നേതാവ്, അത് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് നരേന്ദ്രമോദിയാണെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് എനിക്ക് 1000 കുറ്റം പറയാനുണ്ട്. ഞാൻ സമയം ഉണ്ടെങ്കിൽ പറയാം.